കൊല്ലം അഞ്ചലിൽ പോലീസുകാരന്റെ ബൈക്ക് കത്തിച്ച സംഭവത്തിൽ 2 യുവതികൾ പോലീസ് പിടിയിലായി. ചൂരനാട് സ്വദേശി ആരതിയുടെ സുഹൃത്ത് ഇടുക്കി സ്വദേശിനി ഗായത്രി മോഹൻ എന്നിവരാണ് പിടിയിലായത്. വൈദ്യപരിശോധന കഴിഞ്ഞ് മടങ്ങവേ യുവതികളിൽ ഒരാൾ വിഷം കഴിച്ച് ആത്മഹത്യക്കും ശ്രമിച്ചു. ഈ സ്ത്രീകൾ രണ്ടുപേരും അവിടെ വന്നൊരു ബൈക്ക് കത്തിക്കുക എന്ന് പറയുമ്പോൾ ഒരാള് ഇവിടെ ശൂരനാടും മറ്റൊരാൾ ഇടുക്കിയിലും ഉള്ള ആളാണെന്നും രണ്ടുപേരും തിരുവനന്തപുരത്തെ എൻട്രൻസിന്റെ കോച്ചിങ് സെന്ററിൽ പഠിക്കുന്നവരാണെന്നും എന്തോ മുൻവൈരാഗ്യം വെച്ച് ആ വീട്ടിൽ വന്ന് ആ സംഭവം നടത്തിയതാണെന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ ഒരു ഗ്രാമപ്രദേശത്തേക്ക് ദൂരെ നിന്ന് 2 പെൺകുട്ടികൾ വന്ന് മാത്രം അങ്ങനെ ഒരു സംഭവം നടത്തണമെങ്കിൽ അങ്ങനെ അവർക്ക് മാത്രം കഴിയുമോ എന്നുള്ളൊരു സംശയം ഞങ്ങളുടെ എല്ലാം മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഇതാണ് പെണ്ണ് ഒരുമ്പിട്ടാൽ എന്നൊക്കെ പറയുന്നത്. തീക്കട്ടയിൽ ഉരുമ്പ കഴിച്ച പോലെയാണ് ഈ പരിപാടി ചെയ്തത്. എന്തോ ഒരു കല്യാണം അങ്ങോട്ട് മുടക്കിയോ അങ്ങനെ അങ്ങോട്ട് വിരോധം പറഞ്ഞാണ് ഈ പോലീസുകാരൻ്റെ വാഹനം കത്തിയത്. എത്രത്തോളം ഒരു ധൈര്യമാണ് ആ പെൺപിള്ളേർക്കുള്ളതെന്ന് മനസ്സിലായി. ആരെയൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിരോധമൊക്കെ ഉണ്ടാകും. പക്ഷെ എന്ന് വെച്ച് ഈ മാതിരി ചെറ്റത്തരമൊന്നും കാണിച്ചു വെക്കരുത്. വണ്ടി പോയി കത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര ചെയ്യുന്ന സംസ്കാരമൊന്നുമല്ല. തീർച്ചയായിട്ടും ഇപ്പോൾ ആരോ പണത്തിലുണ്ടെങ്കിൽ അത് എന്താ പറയുക, അതിന് നിങ്ങൾക്ക് പരാതി പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മറ്റു ലീഗലായിട്ട് മൂവ് ചെയ്യാം. ഒരു വണ്ടി കത്തിച്ച് അത്ര മോശമായിപ്പോയി. കാരണം ഒരു വണ്ടി എന്നൊക്കെ പറയുമ്പോൾ ഒരാളുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ത് വലിയ ആഡംബര വാഹനങ്ങളൊന്നും മേടിച്ചില്ലെങ്കിൽ പോലും സ്വന്തമായിട്ടൊരു ബൈക്ക്, എന്തെങ്കിലും ഒരു സാധാരണ സൈക്കിളായാലും പോലും നമുക്കത് മേടിച്ച് നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. ഒരു ഉപയോഗ ആവശ്യത്തിനല്ലാതെ ഒരു കുടുംബ ഫാമിലി മെമ്പർ പോലെയൊക്കെയാണ് കാണുന്നത്. ആ വാഹനത്തെയൊക്കെ ഇങ്ങനെ ഇട്ട് കത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങാടി തോറ്റേന് അമ്മയോടെന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം അതൊന്നും ചെയ്യാണ്ടിരിക്കുക. കാരണം എന്നിരുന്നാൽ പോലും പോലീസുകാരും കാണിച്ച അത്ര നല്ലതൊന്നും അല്ല. അത് വേറെ കാര്യം. പോലീസുകാരൻ എന്നോട് കല്യാണം മുടക്കി അങ്ങോട്ട് എന്നുള്ള വിരോധത്തിന് വേണ്ടിയാണ്. എന്തിനൊക്കെയാണ് ഈ ആവശ്യത്തിനായിട്ട് ഈ കലഹങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്? എന്തായിരുന്നാൽ പോലും 2 പേര് ഭാഗത്തായിട്ടുണ്ട്. എന്നിരുന്നാലും പെൺകുട്ടികളെ വണ്ടി കത്തിക്കാനൊന്നും പാടില്ലായിരുന്നു. നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ. ചിലപ്പോൾ ആൾക്കാർക്ക് നിയമം വഴിവിടുമ്പോൾ ചില ആൾക്കാരൊക്കെ മൈൻഡ് വിട്ട് പ്രതികരിച്ചു. അതിലൊരു ഉദാഹരണം മാത്രമാണ് ഈ 2 പെൺകുട്ടികൾ ബുള്ളറ്റ് കത്തിച്ചത്.